ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റെസിപ്പി ആയിട്ടല്ല കേട്ടോ, മറിച്ച് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു സോളാർ പവർ ജനറേറ്റർ സിസ്റ്റത്തെ പറ്റി പറയാനാണ്. പിന്നെ ഈ LPG എന്താ പറയാ ക്ഷാമം വന്നതോടുകൂടി ഞങ്ങൾ കൂടുതൽ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കഠിനമായ ചൂടും കൂടെ ആയപ്പോൾ AC ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചപ്പോൾ സോളാറിലേക്ക് മാറിയാലോ എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ സോളാർ സിസ്റ്റം ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഒന്ന് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് സിംഗിൾ ഫേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് കണക്ഷൻ ആയതുകൊണ്ട് 3 കിലോ വാട്ടിന്റെ ആണ് നമ്മൾ വെച്ചിരിക്കുന്ന സോളാർ പാനൽ. അതിന് വേണ്ടിയിട്ട് 6 പാനൽസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് ആവറേജ് ഒരു 15 യൂണിറ്റ്സ് വരെ ഇത് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സോളാർ പവർ. പിന്നെ ചില ദിവസങ്ങൾ ഒരു 18 യൂണിറ്റ്സ് വരെ കിട്ടാറുണ്ട്. നമുക്കൊരു 12 യൂണിറ്റ് വരെയൊക്കെയാണ് ആവറേജ് ഒരു ദിവസം നമുക്ക് വേണ്ടി വരുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ പോകാം, ഇതിന്റെ കമ്പോണൻസ് ഒക്കെ പരിചയപ്പെടാം. ഈ സോളാർ പവർ ജനറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രധാനമായിട്ടും 5 കമ്പോണൻസ് ആണുള്ളത്. ഓരോന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് കമ്പോണൻറ്റ് സോളാർ പാനൽ തന്നെയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, വീടിൻ്റെ റൂഫിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോളാർ പാനൽ പല ടൈപ്സ് ഉണ്ട്. ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വാരി എന്ന കമ്പനിയുടെ ബൈഫേഷ്യൽ ടോപ്പ് കോൺ സോളാർ പാനലാണ്. അതായത് പാനലിൻ്റെ 2 ഭാഗത്തും, അതായത് മുകളിൽ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തും അതുപോലെ തന്നെ റിഫ്ലക്റ്റഡ് ലൈറ്റ് കിട്ടുന്ന താഴത്തെ ഭാഗത്തും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. ആദ്യകാലങ്ങളിലൊക്കെ ഇറങ്ങിയിരിക്കുന്ന പാനലുകളിൽ മുകൾ ഭാഗത്ത് മാത്രമേ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആകുമായിരുന്നുള്ളൂ. പിന്നെ ടോപ്പ് കോൺ സോളാർ പാനൽ വളരെ എഫിഷ്യൻറ്റും അതുപോലെ എക്കണോമിക്കലുമാണ്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് വളരെ അനുയോജ്യവുമാണ്. ഈ പാനൽ 6 മാസത്തിലൊരിക്കലെങ്കിലും ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടി ഒരു ലാഡറും കൂടെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കയറിയാണ് അതിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. അത് അവരുടെ സ്റ്റാഫ് വന്ന് ക്ലീൻ ചെയ്യുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളാർ ഇൻവേർട്ടറാണ്. സോളാർ ഇൻവേർട്ടറൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ താഴത്തെ മറ്റേ KSEB മീറ്റർ ബോക്സിൻ്റെ ചേർന്നാണ്. അപ്പോൾ സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്ന സോളാർ സെൽസ് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന DC വോൾട്ടേജിനെ ഈ സോളാർ ഇൻവേർട്ടർ AC വോൾട്ടേജാക്കി മാറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സ്യൂട്ടബിൾ ആക്കി തരും. ബാക്കിയുള്ളത് KSEB ഗ്രിഡിലേക്ക് അയക്കുകയും ചെയ്യും. ഇത് 3 കിലോ വാട്ട്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻവേർട്ടറാണ്. 5 കിലോ വാട്ട്സിന് കുറച്ചും കൂടി വലിയ ഇൻവേർട്ടറായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുക. വാരി എന്ന കമ്പനിയുടെ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സോളാർ എനർജി മീറ്ററാണ്. എത്ര ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയി എന്ന് കാണിക്കുന്നത് ഈ മീറ്ററിലാണ്. ഇതിൽ ഇന്നത്തെ ഡേറ്റ് കാണിക്കും, പിന്നെ ടൈം കാണിക്കും, അതുപോലെ തന്നെ എത്ര ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആയി എന്ന് കാണിക്കും. ഇത് ഡേറ്റാണ്. ഇനി നമുക്കൊരു 10 ദിവസം കൊണ്ട് 162 യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ കാണിക്കുന്നത്. ഇനിയുള്ള പറയാനുള്ളത് ബൈഡയറക്ഷണൽ എനർജി മീറ്ററിനെ പറ്റിയിട്ടാണ്. സൺലൈറ്റ് ഉള്ളപ്പോൾ നമുക്ക് നമ്മുടെ സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് KSEB ഗ്രിഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ പാനൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാത്ത സമയത്ത്, അതായത് മഴയുള്ളപ്പോഴോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ KSEB ഗ്രിഡിൽ നിന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ എത്ര യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി KSEB കൊടുത്തു എന്നും അതുപോലെ നമ്മൾ ഗ്രിഡിൽ നിന്നും എത്ര യൂണിറ്റ്സ് എടുക്കുന്നു എന്നൊക്കെയുള്ള റീഡിങ്സ് ഒക്കെ കാണിക്കുന്നത് ഈ ബൈ ഡയറക്ഷണൽ മീറ്ററിലാണ്. ഈ മീറ്റർ KSEB ആണ് വന്ന് ഫിറ്റ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന യൂണി ഡയറക്ഷണൽ എനർജി മീറ്റർ മാറ്റിയിട്ടാണ് ഈ മീറ്റർ ഇവിടെ സ്ഥാപിക്കുന്നത്. ഇതിലാണ് റീഡിങ്സ് എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അടുത്തതായിട്ട് എർത്തിങ് ആണ്. ടോട്ടൽ സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 എർത്തിങ് പോയിൻറ്റ്സ് ആണ് വേണ്ടത്. 2 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇൻ്റർലോക്ക് എടുത്ത് മാറ്റിയിട്ട് അതിലൊരു അടി ആഴത്തിൽ കുഴിയെടുത്തിട്ട് അതിൽ എർത്ത് പിറ്റ് ചേമ്പർ ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു എർത്തിങ് കോപ്പർ റോഡും കൂടെ അവരൊരു 5 അടി ആഴത്തിലേക്ക് എന്താ പറയുക താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 3 എർത്ത് പിറ്റുകൾ. നല്ല ഈർപ്പമുള്ള സ്ഥലത്ത് വേണം ഈ എർത്ത് പിറ്റുകൾ സ്ഥാപിക്കാനായിട്ട്. ഇത് ഇൻ്റർലോക്കിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇവിടെ വെള്ളം വീഴുന്ന ഭാഗമായതുകൊണ്ട് തന്നെ നല്ല സ്ഥലത്ത് നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ ടൈൽസ് എല്ലാം പൊളിച്ചിട്ടാണ് ഇത് താഴേക്ക് എർത്ത് പിറ്റ് എടുക്കുക. ഇപ്പം ഞാൻ ടൈൽസ് പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റർ ബോക്സിൽ നിന്നും ഇങ്ങനെ കേബിൾ എടുത്തിട്ട് കാർ പോർച്ചിൻ്റെ ബാക്കിലേക്കാണ് നമ്മളിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കാർ പോർച്ചിൻ്റെ ബാക്കിലുള്ള ഏരിയയാണിത്. അപ്പോൾ അതിലേക്ക് കൊടുത്തിട്ട് ഈ 3 എർത്ത് പിറ്റുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് 3 എർത്ത് പിറ്റുകൾ. അതിന് ഒരു ഇളക്കാൻ പറ്റുന്ന 3 അടപ്പുകളും കൂടെ അവർ വെച്ചിട്ടുണ്ട്. ആ എർത്ത് പിറ്റ് ചേമ്പറിലുള്ളതാണത്, ഇളക്കാൻ പറ്റുന്ന അടപ്പുകളാണ്. ഇനി അടുത്തത് നമ്മൾ ACDB ബോക്സാണ്. ACDB എന്ന് പറഞ്ഞാൽ AC ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ്. ഏതെങ്കിലും കേസിൽ സോളാർ പവർ സ്റ്റേഷൻ നമുക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ACDB ബോക്സിനകത്തുള്ള ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ച് ഓഫ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ 3 കിലോ വാട്ട്സ് സോളാർ പവർ സിസ്റ്റത്തിന് ഞങ്ങൾക്ക് ചിലവായത് 2,50,200 രൂപയാണ്. അതിൽ 78,000 രൂപയാണ്
ഗവൺമെൻറ് സബ്സിഡി ഉള്ളത്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സോളാർ ഏജൻസികളെ കൊണ്ട് മാത്രമേ നമുക്ക് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തത് സൂര്യപ്രഭ എന്ന് പറഞ്ഞ സൂര്യപ്രഭ സോളാർ എന്ന കമ്പനിയാണ്. ഓക്കെ, ഞങ്ങൾ ഇതിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് 10 ദിവസം ആയിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോഴുള്ള ഫീഡ്ബാക്കും കൂടെ ഞാൻ അറിയിക്കാം. ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ കമന്റ്സ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.